Dear friends, welcome to Come On Children. Today let's learn the last lesson in Unit 1, Making a Mango Pickle. This story is an extract from the novel Pathe Panjali written by Bibhutibhushan Bandhopadhyaya. ബിഭൂതിഭൂഷൺ ബന്ധോപാധ്യായ എന്ന ബംഗാളി എഴുത്തുകാരൻ്റെ നോവലാണ് പാഥേർ പാഞ്ചാലി. ഈ നോവലിൽ നിന്നും എടുത്തിരിക്കുന്ന ചെറിയൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്ന കഥ. കഥ കേൾക്കുന്നതിന് മുമ്പ് ഈ നോവലിനെ കുറിച്ച് ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കൂ. സോങ് ഓഫ് ദ റോഡ്, പാതയുടെ സംഗീതം എന്നാണ് പാഥേർ പാഞ്ചാലി എന്ന ബംഗാളി വാക്കിൻ്റെ അർത്ഥം. സത്യജിത് റേ എന്ന മഹാനായ ബംഗാളി ചലച്ചിത്ര സംവിധായകൻ പാഥേർ പാഞ്ചാലി എന്ന പേരിൽ തന്നെ ഈ നോവൽ ഒരു സിനിമയാക്കിയിട്ടുണ്ട്. വളരെ പ്രശസ്തമായ ഒരു സിനിമയാണ്, യൂട്യൂബിലുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ എല്ലാവരും കാണണം. The main characters in the story Making a Mango Pickle are Durga and Appu. ദുർഗ, അപ്പു എന്നു പേരായ രണ്ട് കുട്ടികളുടെ കഥയാണ് മേക്കിംഗ് എ മാംഗോ പിക്കിൾ. അവർ ചേച്ചിയും അനിയനുമാണ്. അവരുടെ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ യൂണിറ്റിലെ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ, ദ ലിറ്റിൽ ബോയ് ആൻഡ് ദ ഓൾഡ് മാൻ എന്നീ പാഠങ്ങളും അവയുടെ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ. ആരെങ്കിലും ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ അവയുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മറ്റേതെങ്കിലും യൂണിറ്റുകളുടെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കാണേണ്ടതെങ്കിൽ ചാനലിൻ്റെ ഹോം പേജിൽ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി. Now let's go through the story. I will read the first paragraph. Listen carefully. It was 8 or 9 in the morning. Harihar's son was playing by himself in the open veranda of their house when Durga called out suddenly from behind the jackfruit tree in their courtyard. Appu, Appu! She had just made an appearance after having been away from home all morning. Dear children, when the story begins, we can see Harihar's son Appu. He is playing in the veranda of their house. രാവിലെ 8-9 മണിയൊക്കെ ആയി കാണും. ആ സമയത്ത് ഹരിഹരൻ എന്നയാളുടെ മകനായ അപ്പു എന്താണ് ചെയ്യുന്നത്? അവൻ വീടിൻ്റെ വരാന്തയിലിരുന്ന് കളിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ ചേച്ചി ദുർഗ അവനെ വിളിക്കുന്നത്. അവൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്? She called out suddenly from behind the jackfruit tree in their courtyard. അവരുടെ മുറ്റത്തുള്ള പ്ലാവിന് പിന്നിൽ നിന്നാണ് അവൾ വിളിക്കുന്നത്. She had just made an appearance after having been away from home all morning. ദുർഗയെ രാവിലെ ഒന്നും വീട്ടിൽ കാണാനുണ്ടായിരുന്നില്ല. അവൾ അതിരാവിലെ എങ്ങോട്ടോ പോയതാണ്. പിന്നെ ഇപ്പോഴാണ് അവൾ പ്രത്യക്ഷപ്പെടുന്നത്, അവളെ കാണാൻ കഴിയുന്നത്. ദുർഗ രാവിലെ എവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക? അവളെക്കുറിച്ച് കൂടുതൽ അറിയണ്ടേ? അടുത്ത പാരഗ്രാഫ് നോക്കൂ. ദുർഗ വാസ് നൗ about 11. She was thin and darker than Appu. Glass bangles clinking on her arms and none too clean sari and wind-swept dry hair flying anyway. That was Durga. On her finely shaped face, her eyes shone large like her brothers. How Durga is described here? Durga was now about 11. അവൾക്ക് ഏകദേശം 11 വയസ്സായിട്ടുണ്ട്. She was thin and darker than Appu. അവൾ മെലിഞ്ഞിട്ടാണ്, അപ്പുവിനേക്കാളും ഇരുണ്ട നിറവുമാണ്. Glass bangles clinking on her arms, a none too clean sari and wind-swept dry hair flying anyway. That was Durga. She has worn glass bangles. They were clinking on her arms. അവളുടെ കയ്യിൽ കുപ്പിവളകൾ കിലുങ്ങുന്നുണ്ട്. അവളുടെ വസ്ത്രം എന്താണ്? ഷീ ഈസ് വെയറിംഗ് എ സാരി വിച്ച് ഈസ് നോട്ട് വെരി ക്ലീൻ. വലിയ വൃത്തിയൊന്നുമില്ലാത്ത ഒരു സാരിയാണ് അവൾ ധരിച്ചിരിക്കുന്നത്. അവളുടെ മുടിയോ? ഹർ ഹെയർ ഈസ് ഡ്രൈ ആൻഡ് അൺടൈഡി ആസ് എക്സ്പോസ്ഡ് ടു വിൻഡ്. വരണ്ട, കാറ്റിൽ പാറി പറന്ന് ഒതുക്കമില്ലാത്ത മുടിയാണ് ദുർഗയുടേത്. അപ്പോൾ കുപ്പിവളകളിട്ട കൈയും വൃത്തിയില്ലാത്തൊരു സാരിയും കാറ്റിൽ പാറി പറക്കുന്ന ചപ്ര തലമുടിയും, ഇതാണ് ദുർഗ. On her finely shaped face, her eyes shone large like her brothers. ദുർഗയുടെ മുഖം എങ്ങനെയാണ്? നല്ല ഭംഗിയുള്ള ആകൃതിയൊത്ത മുഖമാണ്. ആ മുഖത്ത് അവളുടെ അനിയൻ്റേതുപോലെയുള്ള വലിയ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. What is it?
asked Appu, jumping off the veranda in front of their house and coming up to her. Durga held a half coconut shell in her hands. She lowered it to show Appu its contents, slices of tender green mango before the seed had hardened. Then, in an undertone, "Is Ma back from the gut yet?" "No," said Appu, shaking his head. ദുർഗ വന്നപ്പോൾ അവളുടെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു. "What is it?" asked Appu, jumping off the veranda in front of their house and coming up to her. When he saw Durga, Appu jumped off the veranda and ran to her to see what was there in her hand. ദുർഗയെ കണ്ട ഉടനെ അപ്പു വരാന്തയിൽ നിന്നും ചാടി ഇറങ്ങി അവളുടെ നേർക്ക് ഓടി, അവളുടെ കയ്യിൽ എന്താണ് എന്ന് നോക്കാൻ വേണ്ടി. ദുർഗ held a half coconut shell in her hands. അവളുടെ കയ്യിൽ ഒരു ചിരട്ടയുണ്ടായിരുന്നു. അതിലെന്തായിരുന്നു ഉള്ളത്? She lowered it to show Appu its contents, slices of tender green mango before the seed had hardened. അവളുടെ കയ്യിൽ എന്തായിരുന്നു? മാങ്ങയുടെ കഷ്ണങ്ങളായിരുന്നു. മാങ്ങയണ്ടി ഉറപ്പു വെക്കുന്നതിന് മുമ്പുള്ള മൂക്കാത്ത മാങ്ങയുടെ കഷ്ണങ്ങൾ. അത് അപ്പുവിന് കാണിച്ചു കൊടുത്തിട്ട് അവൾ അപ്പുവിനോട് എന്താ ചോദിക്കുന്നത്? Then in an undertone, അവൾ വളരെ സ്വരം താഴ്ത്തി ചോദിക്കുകയാണ്, "Is Ma back from the ghat yet?" അമ്മ ഇതുവരെ ഘാട്ടിൽ നിന്നും തിരിച്ചു വന്നില്ലല്ലോ. എന്താണ് ഘാട്ട്? പർവ്വതങ്ങളുടെ ഭാഗങ്ങളെയാണ് ഘാട്ട് എന്ന് പറയാറുള്ളത്. പക്ഷെ ഇവിടെ കടവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പുഴയിലൊക്കെ ആളുകൾക്ക് ഇറങ്ങാനും കുളിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക സ്ഥലം ഉണ്ടാവും അല്ലേ? ആളുകൾക്ക് കുളിക്കാനും തുണി അലക്കാനും ഒക്കെയുള്ള ഒരു സ്ഥലം, അതിനെയാണ് ഘാട്ട് എന്ന് പറയുന്നത്. അവരുടെ അമ്മ തുണി അലക്കാനോ കുളിക്കാനോ മറ്റോ പോയതായിരിക്കും. എന്താണ് അപ്പു മറുപടി പറയുന്നത്? "No," said Appu, shaking his head. ഇല്ല, അമ്മ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് അപ്പു മറുപടി പറഞ്ഞു. ഹാവൂ, ദുർഗയ്ക്ക് സമാധാനായി. അവൾ മാങ്ങ പെറുക്കാൻ പോയ കാര്യം അമ്മ അറിഞ്ഞിട്ടില്ല. "Can you fetch me a bit of oil and some salt?" she asked him secretively. "I will pickle these." What did Durga ask Appu? Yes, she asked him to bring some oil and salt. She wanted to pickle the mango slices. അമ്മ തിരിച്ചെത്തിയിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ ദുർഗ അപ്പുവിനോട് വളരെ രഹസ്യമായിട്ട് ചോദിക്കുകയാണ്, "നീ പോയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും എടുത്തോണ്ട് വരുമോ? നമുക്ക് ഈ മാങ്ങ കഷ്ണങ്ങൾ അച്ചാറിടാം. ലെറ്റ്സ് പിക്കിൾ ദീസ്." നല്ല പച്ച മാങ്ങ ഉപ്പും മുളകും കുറച്ച് വെളിച്ചെണ്ണയും എല്ലാം കൂട്ടി കഴിക്കാൻ എന്താ രസമല്ലേ? നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുമല്ലേ? അപ്പുവിനും അത് കേട്ടപ്പോൾ നല്ല സന്തോഷമായി. "Where did you get them from, Didi?" Appu was delighted. "ഇത് എവിടുന്നാ കിട്ടിയത് ചേച്ചി?" സന്തോഷത്തോടെ അപ്പു ചോദിച്ചു. "They were lying on the ground just under the Sindur Kundo tree. Now get me a pinch of salt and some oil, will you?" ദുർഗ അച്ചാറുണ്ടാക്കാനുള്ള തിരക്കിലാണല്ലേ? അവൾ വേഗത്തിൽ പറഞ്ഞു, "അതാ സിന്ദൂരമരത്തിന് താഴെ കിടക്കുന്നുണ്ടായിരുന്നു. നീ ഇപ്പൊ പോയിട്ട് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും എടുത്തോണ്ട് വാ. കൊണ്ടുവരില്ലേ?" "But Ma will give it to me if I bring down the oil pot from the shelf," replied Appu, scared. But Appu was not ready to take the oil pot from the shelf. പക്ഷേ ഷെൽഫിൽ നിന്നും വെളിച്ചെണ്ണ വെച്ചിരിക്കുന്ന ഭരണി എടുക്കാൻ അപ്പു ധൈര്യപ്പെട്ടില്ല. If he did so, his mother would definitely beat him. He was afraid of her punishment. ആ ഭരണി എങ്ങാനും തൊട്ടാൽ അമ്മ അടിക്കുമെന്ന് ഉറപ്പാണല്ലേ? ആ ഭരണി എടുക്കാൻ കഴിയില്ല, അമ്മ അടിക്കുമെന്ന് അവൻ പേടിയോടെ മറുപടി പറഞ്ഞു. "Run and get it fast. It will be a while before she is back. She has gone to wash the clothes. Hurry up." അപ്പോൾ ദുർഗ അവന് ധൈര്യം കൊടുക്കുകയാണല്ലേ, "നീ ഓടിപ്പോയി പെട്ടെന്ന് എടുത്തോണ്ട് വാ. അമ്മ തുണി അലക്കാൻ പോയതാണ്. അവർ വരുന്നതിന് മുമ്പേ വേഗം പോയിട്ട് എടുത്തിട്ട് വാ" എന്ന് അവൾ പറയാണ്. "The shell," said Appu. "ആ ചിരട്ട കാണിക്കേ." "Give me the shell. I will pour it into the shell." "ആ ചിരട്ടതാ, ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊണ്ടുവരാം." "You stand by the back door and keep a look out." ആ സമയത്ത് ദുർഗ എന്ത് ചെയ്യണം? She should
stand at the back door and watch whether their mom is coming. അവൾ പിന്നിലെ വാതിലിനടുത്ത് നിന്ന് പുറത്തേക്ക് നോക്കണം. അമ്മ വരുന്നുണ്ടോ എന്ന് നോക്കി അപ്പുവിനെ അറിയിക്കണം അല്ലേ? Mind you, don't spill any oil on the floor. Better be careful. Otherwise, Ma will know for sure you are such a good for nothing. എണ്ണ എടുക്കാൻ പോയ അപ്പുവിനോട് ദുർഗ വിളിച്ചു പറയാണ്, Mind you, don't spill any oil on the floor. ശ്രദ്ധിക്കണേ, എണ്ണ തറയിൽ തുളുമ്പിപ്പോവല്ലേ. Better be careful. ശ്രദ്ധയോടെ ചെയ്യ്. Otherwise, Ma will know for sure you are such a good for nothing. നിലത്ത് എണ്ണ വീണാൽ എന്തു പറ്റും? അവരുടെ കള്ളത്തരം അമ്മയ്ക്ക് മനസ്സിലാവും അല്ലേ? അമ്മ വരുമ്പോൾ ഉറപ്പായിട്ടും രണ്ടുപേർക്കും അടിയും കിട്ടും. അപ്പൊ ദുർഗ പറയാണ്, നീ ശ്രദ്ധയോടെ ചെയ്യ്. You are such a good for nothing. You are a useless fellow. നിന്നെ ഒന്നിനും കൊള്ളില്ല. When Appu came out the house, Durga took the coconut shell from him and expertly got the mix of oil and salt into the mango slices. അപ്പു വീട്ടിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ദുർഗ അവൻ്റെ കയ്യിൽ നിന്നും ചിരട്ട വാങ്ങി. What did she do then? She expertly mixed the mango slices in the oil. ദുർഗ വളരെ വിദഗ്ധമായി നല്ലപോലെ ഉപ്പും വെളിച്ചെണ്ണയും മാങ്ങാ കഷ്ണങ്ങളും എല്ലാം കൂടി കൂട്ടിക്കുഴച്ചു. Here, put out your hand. ഇനി നിന്റെ കൈ നീട്ട്, അവൾ അപ്പുവിനോട് പറഞ്ഞു. ദീദി, are you going to eat all the rest yourself? ചേച്ചി, ബാക്കിയുള്ളത് മുഴുവൻ നിങ്ങൾ ഒറ്റയ്ക്ക് കഴിക്കാൻ പോവാണോ? അപ്പുവിന് ആശങ്കയായല്ലേ? Do you think you can get us a nice chilli? I will give you an extra slice if you do. അപ്പോൾ ദുർഗ എന്ത് പറഞ്ഞു? നമുക്കൊരു കഷ്ണം മുളക് കിട്ടുമോ? മുളക് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ നിനക്ക് ഒരു കഷ്ണം കൂടി തരാം. But how shall I get to the chillies, Didi? They are right up on the shelf. I can't even reach it. അയ്യോ, എനിക്ക് എങ്ങനെയാ മുളക് കിട്ടുക? അത് ഷെൽഫിന് മുകളിലാണ്. എനിക്ക് അങ്ങോട്ട് കൈ എത്തുകയും കൂടിയില്ല. Don't bother. I will get some more mangoes later in the day. You know that tree by the pond? There is lots and lots of budding mangoes that will fall off in the afternoon sun. മാങ്ങ മുളക് കൂട്ടി കഴിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അല്ലേ? ഷെൽഫിന് മുകളിലാണ് മുളക് വെച്ചിട്ടുള്ളത്. അങ്ങോട്ട് അപ്പുവിന് എത്തില്ല. അപ്പോൾ ദുർഗ അപ്പുവിനെ സമാധാനിപ്പിക്കുകയാണ്. Don't bother. സാരമില്ല അപ്പു. I will get some more mangoes later in the day. ഞാൻ വൈകിട്ട് കുറച്ചുകൂടി മാങ്ങ കൊണ്ടുവരാം. You know that tree by the pond? നിനക്കറിയില്ലേ ആ കുളത്തിനടുത്ത് നിൽക്കുന്ന മരം? There is lots and lots of budding mangoes that will fall off in the afternoon sun. ആ മരത്തിൽ നിറയെ കുരുന്നു മാങ്ങകളുണ്ട്. ഉച്ചവെയിലിൽ അവയെല്ലാം വാടി വീഴും. മാങ്ങയെക്കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോഴാണ് പെട്ടെന്ന് അമ്മ വന്നത്. The back door opened with a sharp clang and Sarbojeya was heard calling out, "Duga! Oh Duga!" വീടിന് പിറകിലെ വാതിൽ വല്ലാത്തൊരു മുഴക്കത്തോടെ തുറന്നു. അവരുടെ അമ്മ സർബോജയ ദുർഗയെ ഉറക്കെ വിളിച്ചു. That's Ma calling. Quick, go and see what's up. Finish it up over there. അമ്മ വിളിക്കുന്നത് കേട്ട് എന്തിനാണെന്ന് പോയി നോക്കിയിട്ട് വരാൻ അനിയനോട് പറയാണ് ദുർഗ. That's Ma calling. Quick, go and see what's up. അയ്യോ, അമ്മയാണ് വിളിക്കുന്നത്. പോയി എന്തിനാണെന്ന് നോക്കിയിട്ട് വാ. Finish it up over there. അവിടെ എത്തുമ്പോഴേക്ക് വായിലുള്ളത് വേഗം തിന്ന് തീർത്തിട്ട് പോ. No, wait. You have got grains of salt all over your mouth. Wipe them away first. നിൽക്ക്, പോവല്ലേ. നിന്റെ മുഖത്താകെ ഉപ്പുതരികളാണ്. ആദ്യം അത് തുടച്ചിട്ട് പോ. ദുർഗയെയാണ് അമ്മ വിളിച്ചതല്ലേ? എന്തുകൊണ്ടാ അവള് പോകാതെ അനിയനെ പറഞ്ഞു വിട്ടത്? ദുർഗ heard her mother call out yet again, but there was no way she could reply, for her mouth was quite full. അമ്മ വീണ്ടും വിളിക്കുന്നത് ദുർഗ കേട്ടു. പക്ഷേ അവൾക്ക് പോവാൻ യാതൊരു നിവൃത്തിയുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാ? അവളുടെ വായ നിറയെ മാങ്ങയായിരുന്നു അല്ലേ? She began furiously devouring the slices of pickled mango. When she heard mother calling, Durga began to eat the pickled mango very quickly. അമ്മ വിളിക്കുന്നത് കേട്ടപ്പോൾ ദുർഗ അച്ചാറിട്ട മാങ്ങയെല്ലാം കൂടി ധൃതിയിൽ വാരി വലിച്ച് കഴിക്കാൻ തുടങ്ങി. When she found that she still had many left,
She hid behind the trunk of the jackfruit tree and started to gobble up the rest. ധൃതിയിൽ കഴിച്ചിട്ടും മാങ്ങ തീരുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾ എന്ത് ചെയ്തു? ബാക്കിയുള്ളത് പ്ലാവിൻ്റെ തടിയുടെ പിന്നിൽ ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് കയ്യിലുണ്ടായിരുന്നതോ? She started to gobble up the rest. ബാക്കിയുണ്ടായിരുന്നത് അവൾ വിഴുങ്ങാൻ തുടങ്ങി. Appu stood beside her frantically, swallowing his share, for there was no time to chew. ദുർഗ പറഞ്ഞ ഉടനെ അപ്പു അമ്മയുടെ അടുത്ത് പോയി നോക്കിയോ? ഇല്ല, അവന്റെ മാങ്ങയും കഴിച്ചു തീർന്നിരുന്നില്ല. വായിലെ മാങ്ങ തീരാതെ അമ്മയുടെ അടുത്ത് പോവാൻ കഴിയില്ലായിരുന്നു അല്ലേ? He stood beside Durga frantically. അവൻ ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തിയോടെ ദുർഗയുടെ അടുത്ത് നിന്നു. He was swallowing his share because there was no time to chew. അവൻ അവിടെ നിന്നിട്ട് എന്താ ചെയ്യുന്നേ? അവൻ്റെ വായിലുള്ള മാങ്ങ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് വേഗത്തിൽ താഴേക്ക് ഇറക്കുകയാണ്. അവൻ വിഴുങ്ങുകയായിരുന്നു, കാരണം ചവയ്ക്കാനുള്ള സമയമുണ്ടായിരുന്നില്ല. As he ate, he smiled a guilty smile at his sister. വായിലുള്ളതെല്ലാം ഇറക്കി കഴിഞ്ഞപ്പോൾ, മാങ്ങ കഴിച്ചു തീർന്നപ്പോൾ അവൻ തൻ്റെ ചേച്ചിയെ നോക്കി കുറ്റബോധത്തോടെ ഒരു ചിരി ചിരിച്ചു. He felt guilty. എന്തിനാണ് അവന് കുറ്റബോധം തോന്നിയത്? ചേച്ചി പറഞ്ഞത് അവൻ അനുസരിക്കാൻ കഴിഞ്ഞില്ല അല്ലേ? You little monkey, she said to her brother, why don't you wipe your face clean? There is salt all over your face even now. അവൻ്റെ ചിരി കണ്ട് ദുർഗയ്ക്ക് ദേഷ്യം വന്നു. You little monkey, എടാ കുട്ടിക്കുരങ്ങ, why don't you wipe your face clean? എന്തുകൊണ്ടാണ് നീ ഇപ്പോഴും നിന്റെ മുഖം തുടച്ച് വൃത്തിയാക്കാത്തെ? There is salt all over your face even now. ഇപ്പോഴും നിന്റെ മുഖത്താകെ ഉപ്പുതരികളുണ്ട്. Then, putting on a most innocent expression, she entered the house. അനിയനെ വഴക്ക് പറഞ്ഞിട്ട് ദുർഗ എന്താ ചെയ്യുന്നത്? യാതൊന്നും അറിയാത്ത പോലെ, പാവത്തെ പോലെ നിഷ്കളങ്കമായൊരു മുഖഭാവത്തോടെ വീടിനുള്ളിലേക്ക് കയറി. എന്നിട്ട് അമ്മയോട് ചോദിച്ചു, വാട്ട് ഈസ് ഇറ്റ് മാ? എന്താ അമ്മേ, എന്തിനാ വിളിച്ചേ? അമ്മ എന്താ പറയുന്നേ നോക്കാം. അടുത്ത പേജ് നോക്കൂ. And where had you gone a wandering? May I know? asked Sarbojaya. And where has that monkey gone? അമ്മ നല്ല ദേഷ്യത്തിലാണ്. പലതവണ വിളിച്ചിട്ടും ദുർഗയും അപ്പുവും മിണ്ടിയില്ല അല്ലേ? അമ്മ ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, നീ എവിടെ കറങ്ങാൻ പോയതായിരുന്നു? പറ, ആ കുരങ്ങൻ എവിടെ? ആരാണ് കുരങ്ങൻ? അപ്പു ആണല്ലേ? അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. I am hungry ma, announced Appu, appearing suddenly. അപ്പോഴേക്കും പെട്ടെന്ന് അപ്പു അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവൻ അങ്ങോട്ട് വന്നു. എന്നിട്ട് അവൻ എന്താ പ്രഖ്യാപിക്കുന്നേ? എന്താ പറയുന്നേ? I am hungry ma, എനിക്ക് വിശക്കുന്നു. Now hold on, let me take a breath. ഒന്ന് നിക്ക്, ഞാനൊന്ന് ശ്വാസം എടുക്കട്ടെ, അമ്മ പറഞ്ഞു. അമ്മ ദൂരെ എവിടെയോ പോയി തുണിയൊക്കെ അലക്കി ക്ഷീണിച്ചു വരികയാണല്ലേ. ദുർഗ, go and check on the calf, will you? It has been lowing away. ദുർഗ, നീ പോയിട്ട് ആ പശുക്കുട്ടിയെ ഒന്ന് നോക്കിയേ, അത് കുറേ നേരമായി അമറുന്നു. A little later, when she sat down in the veranda in front of the kitchen to cut up a cucumber for children, Appu flopped down next to her. അല്പസമയം കഴിഞ്ഞ് അമ്മ കുട്ടികൾക്ക് കൊടുക്കാനായി ഒരു വെള്ളരി മുറിക്കാനായി അടുക്കളയുടെ മുന്നിലുള്ള വരാന്തയിലിരുന്നു. അപ്പോൾ അപ്പുവും അവരുടെ അടുത്തായി വന്നിരുന്നു. മാ, do take some more of the white stuff out of the cucumber. It sticks in my mouth, he said. വെള്ളരിയുടെ ഉള്ളിലായിട്ട് കുരുവൊക്കെയുള്ള ഒരു വെളുത്ത ഭാഗം ഉണ്ടല്ലേ, നമ്മൾ അത് എടുത്ത് കളഞ്ഞിട്ടാണ് കഴിക്കുന്നത്. അപ്പു അമ്മയോട് പറയാണ്, അമ്മേ, ആ വെളുത്ത ഭാഗം കുറച്ച് കൂടുതൽ എടുത്ത് കളയൂ, അത് എൻ്റെ വായിൽ ഒട്ടിപ്പിടിക്കുന്നു. ദുർഗ spread out her palm to get her share and asked a little hesitantly, Isn't there any more of the rice fry ma? ദുർഗ അവളുടെ ഷെയർ ക്യുക്കമ്പറിന് വേണ്ടി കൈ നീട്ടി. എന്നിട്ട് മടിയോടെ അല്പം ശങ്കയോടെ ചോദിച്ചു, അമ്മേ, കുറച്ചുകൂടി ചോറുണ്ടാവോ തരാൻ? It's impossible. All those tart mangoes have set my teeth on edge, began Appu. ഇത് വലിയ ബുദ്ധിമുട്ടായല്ലോ. ഈ പുളിയുള്ള മാങ്ങ എൻ്റെ പല്ലിൻ്റെ വക്കിലെല്ലാം പറ്റി പിടിച്ചിരിക്കുന്നു, അപ്പു പറയാൻ തുടങ്ങി. ബട്ട് ഹി സ്റ്റോപ്ഡ് ഇറ്റ് സഡൻലി. പക്ഷേ അവൻ പറഞ്ഞു വന്നത് പെട്ടെന്ന് തന്നെ നിർത്തി. എന്താ കാര്യം? മാങ്ങ കഴിച്ച കാര്യം അമ്മയ്ക്ക് അറിയില്ല അല്ലേ? അതിനെക്കുറിച്ച് പറയല്ലേ എന്ന് ദുർഗ അവന് സൂചന കൊടുത്തു.
He stopped abruptly when he saw Durga frowning and winking at him. ദുർഗ അവനെ നോക്കി കണ്ണിറുക്കുകയും മുഖം ചുളിക്കുകയും ചെയ്തപ്പോഴാണ് അവന് അത് പറയാൻ പാടില്ലായിരുന്നു എന്ന് മനസ്സിലായത്. അവൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു വന്നത് നിർത്തി. Where did you get mangoes from? asked his mother. പക്ഷേ അപ്പോഴേക്കും അമ്മയ്ക്ക് കാര്യം മനസ്സിലായിരുന്നു. നിങ്ങൾക്ക് എവിടുന്നാ മാങ്ങ കിട്ടിയത്? അമ്മ ചോദിച്ചു. അപ്പു was afraid to tell the truth. He looked questioningly at his sister, wondering what to reply. അപ്പുവിന് സത്യം പറയാൻ പേടിയായിരുന്നു. അവൻ എന്താണ് പറയേണ്ടത് എന്നറിയാതെ ചോദ്യഭാവത്തിൽ ദുർഗയെ നോക്കി. Sarbajaya turned to her daughter and demanded, "So you had gone out again?" സർബജയ മകളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, "ഓ, അപ്പു നീ വീണ്ടും പുറത്തു പോയല്ലേ?" Will Sarbajaya beat Durga? See the next page to know what will happen. Durga paled. Ask him. I was just there by the jackfruit tree. And then, just as you called. അമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ ദുർഗ പേടിച്ചു പോയി. അവളുടെ മുഖമൊക്കെ വിളറി. എന്നിട്ട് അവള് വിക്കി വിക്കി ഓരോന്ന് പറയാണ്. Ask him. അവനോട് ചോദിച്ചു നോക്കൂ. I was just there by the jackfruit tree. ഞാൻ ആ ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ പ്ലാവിൻ്റെ അവിടെ വരെ പോയിട്ടുള്ളൂ. ആൻഡ് ദെൻ ജസ്റ്റ് ആസ് യു കോൾഡ്. അപ്പോഴാണ് അമ്മ വിളിച്ചപ്പോൾ. ഭാഗ്യത്തിന് ദുർഗയ്ക്ക് കൂടുതലൊന്നും പറയേണ്ടി വന്നില്ല. അവൾ അത്രയും പറഞ്ഞപ്പോഴേക്കും പാൽക്കാരി വന്നു. അതുകൊണ്ട് തൽക്കാലം അവൾ രക്ഷപ്പെട്ടു. Fortunately, the conversation was cut short by the entry of the milk woman Shorno. She had come to milk their cow. പാൽക്കാരിയായ ഷൊർണോയുടെ വരവോടുകൂടി അവരുടെ സംഭാഷണം അവിടെ വെച്ച് നിന്നു. ഷൊർണോ അവരുടെ പശുവിനെ കറക്കാൻ വന്നതാണ്. "Go, catch the calf," said Sarbajaya to her daughter. പോയി പശുക്കുട്ടിയെ പിടിച്ചോണ്ട് വാ. കറവക്കാരിക്ക് കറക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ സർബജയ മകളോട് പറഞ്ഞു. അപ്പു followed his sister out to watch the cow being milked. പശുവിനെ കറക്കുന്നത് കാണാൻ വേണ്ടി അപ്പു ദുർഗയോടൊപ്പം പുറത്തേക്ക് പോയി. As soon as he stepped into the outer courtyard, Durga landed him a smart blow on his back. അമ്മ കേൾക്കെ മാങ്ങയെക്കുറിച്ച് സംസാരിച്ചതിന് ദുർഗയ്ക്ക് അപ്പുവിനോട് നല്ല ദേഷ്യമുണ്ട്. അവൻ പുറത്തെ മുറ്റത്തെത്തിയ ഉടനെ ദുർഗ അവൻ്റെ പുറത്തിട്ട് നല്ലൊരു ഇടി കൊടുത്തു. "You wretch monkey!" She made faces at him and mimicked him. ഇടി കൊടുത്തിട്ട് മതിയാവാതെ അവള് അവൻ്റെ നേരെ തിരിഞ്ഞ് കൊഞ്ഞനം കാട്ടി. എന്നിട്ട് കുറെ ചീത്ത വിളിക്കുകയും ചെയ്തു. അപ്പു അപ്പോഴും അവൻ്റെ പല്ലിൽ പറ്റിപ്പിടിച്ച മാങ്ങയെക്കുറിച്ച് വേവലാതിപ്പെടുകയാണ്. "All those tart mangoes have set my teeth on edge." അപ്പോൾ ദുർഗയ്ക്ക് ദേഷ്യം വന്നു. "Dumbo, no brains at all." മണ്ടൻ, ഒട്ടും ബുദ്ധിയില്ല, അവള് പറഞ്ഞു. ഈ ചാപ്റ്ററിൽ വേർഡ് മീനിങ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാത്തവ എഴുതിയെടുത്ത് പഠിക്കണം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യൂ. അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും നോക്കാം. പുതിയ ക്ലാസ്സുകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. Dear children, meet you in the next class. Goodbye.